ഓം നമോ ഭഗവതേ വാസുദേവായ. 80-ാം ദശകത്തിൽ സത്രാജിത്ത് എന്ന രാജാവ് സൂര്യദേവനെ തപസ് ചെയ്ത് ആ തപസ്സിൽ സന്തുഷ്ടനായ സൂര്യൻ സത്രാജിത്തിന് സ്യമന്തകരത്നം ദാനം ചെയ്തു. ആ സ്യമന്തകരത്നം ദിവസവും 8 ഭാരം സ്വർണം വീതം നൽകുമെന്നായിരുന്നു അതിൻ്റെ മഹിമ. അങ്ങനെയുള്ള രത്നം ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം അത് കൊടുത്തില്ല. അങ്ങനെയിരിക്കെ സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ ആ ദിവ്യരത്നം കഴുത്തിലണിഞ്ഞുകൊണ്ട് നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോവുകയും ആ രത്നം കണ്ട് മാംസമാണെന്ന് ധരിച്ച് ഒരു സിംഹം പ്രസേനനെ കൊല്ലുകയും ചെയ്യുന്നു. അതുവഴി വന്ന ജാംബവാൻ സിംഹത്തിനെ കൊന്ന് ആ രത്നമെടുത്ത് തൻ്റെ പുത്രിയായ ജാംബവതിക്ക് കളിക്കുവാൻ കൊടുത്തു. പ്രസേനൻ വരാത്തത് കണ്ട് സത്രാജിത്ത് കൃഷ്ണനാണ് പ്രസേനനെ കൊന്നതെന്നും സ്യമന്തകരത്നം കൃഷ്ണൻ അപഹരിച്ചു എന്നുള്ള പറഞ്ഞു പരത്തി. കൃഷ്ണനാകട്ടെ ഇനി യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ ചെയ്യേണ്ടതായ കാര്യം ചെയ്യാൻ ഉറപ്പിച്ച് കാട്ടിലേക്ക് വരികയും അവിടെ വെച്ച് പ്രസേനൻ്റെ മൃതദേഹം കാണുകയും സിംഹത്തിനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും ചെയ്തു. അങ്ങനെ ചെന്ന് ജാംബവാൻ്റെ ഗുഹയിലെത്തുകയും ജാംബവാനായിട്ട് യുദ്ധം തുടങ്ങുകയും ചെയ്തു. എത്രയായിട്ടും രണ്ടുപേർക്കും തോൽവിയില്ല എന്ന് കണ്ട് ജാംബവാന് മനസ്സിലായി തന്നോട് ഏറ്റുമുട്ടുന്ന മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം കൃഷ്ണനെ നമസ്കരിച്ച് സ്യമന്തകരത്നവും തൻ്റെ പുത്രിയായ ജാംബവതിയെയും കൃഷ്ണന് കൊടുക്കുന്നു. ആ സുന്ദരിമണിയെയും കൊണ്ട് കൃഷ്ണൻ സത്രാജിത്തിൻ്റെ അരികിലെത്തി രത്നം കൊടുക്കുകയും ചെയ്യുന്നു. സത്രാജിത്താകട്ടെ ലജ്ജാവിവശനായി താൻ പറഞ്ഞു പരത്തിയതിൽ വൈക്ലഭ്യമുണ്ടാവുകയും അത് കാരണം അദ്ദേഹം തൻ്റെ സുന്ദരിയായ പുത്രിയെ സത്യഭാമയെ ഭഗവാന് കൊടുക്കുന്നു. അപ്പോൾ തന്നെ രത്നവും കൊടുക്കുന്നു. പക്ഷേ സുന്ദരീ രത്നത്തെ മാത്രം സ്വീകരിച്ച കൃഷ്ണൻ രത്നം മടക്കി കൊടുത്തു. അങ്ങനെ സത്യഭാമയൊത്ത് സുഖമായി കഴിയുന്ന അവസരത്തിൽ കൃഷ്ണൻ പാണ്ഡവരുടെ ഹസ്തിനപുരത്തിലേക്ക് പാണ്ഡവന്മാർ അരക്കില്ലത്തിൽപ്പെട്ട് ദഹിച്ചു പോയെന്ന വാർത്ത കേട്ട് ഹസ്തിനപുരത്തിലേക്ക് പോയപ്പോൾ അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്കുകളാൽ പ്രേരിപ്പിക്കപ്പെട്ട ശതധന്വാവ് സത്രാജിത്തിനെ നിഗ്രഹിച്ച് ആ രത്നം കൈക്കലാക്കി. തൻ്റെ അച്ഛൻ മരിച്ച വിവരമറിഞ്ഞ് ദുഃഖാർത്തിയായി സത്യഭാമ ഹസ്തിനപുരത്തിലെത്തുകയും വിവരമറിഞ്ഞ കൃഷ്ണൻ ശതധന്വാവിനെ പിന്തുടർന്ന് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ സത്യഭാമയെ സന്തുഷ്ടയാക്കുന്നു. പക്ഷേ രത്നം കിട്ടുകയുണ്ടായില്ല. പക്ഷേ,  പക്ഷേ  ബലരാമൻ ആകട്ടെ                                                                                 ബലരാമൻ
രത്നം കിട്ടിയില്ല എന്നുള്ള കാര്യം വിശ്വസിച്ചില്ല. എന്നിട്ട് മഗധ രാജ്യത്തിലേക്ക് പോയി അവിടെ താമസിച്ച് ദുര്യോധനെ ഗദായുദ്ധം പഠിപ്പിക്കുകയും മറ്റും ചെയ്യുന്നു. കൃഷ്ണനാകട്ടെ തൻ്റെ ഉത്തമ ഭക്തനായ അക്രൂരനെ ശുദ്ധനാക്കുവാൻ വേണ്ടി താൻ വലിയ വിജ്ഞാനിയാണെന്നും ഭക്തനാണെന്നുള്ള അക്രൂരൻ്റെ അഹങ്കാരത്തിനെ ഏൽപ്പിച്ച അടിയാണെന്ന് തോന്നുമാറ് ആണ് അക്രൂരൻ ഈ പദ്ധതിയിൽപ്പെട്ടത്. കൃഷ്ണൻ അക്രൂരനെ ദൂതന ആളയച്ചു വരുത്തി രത്നം അവരുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി രത്നം അക്രൂരന് തന്നെ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ള ഗുരുവായൂരപ്പ, ഞങ്ങളുടെ രോഗം കൂടി മാറ്റിത്തരയണമേ എന്ന് പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഓം സത്രാജിതസ്ത്വമധലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണീം ഭഗവന്നയാചീം തൽക്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രഥാച്ഛലതോ വിവോഢ്യം അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്ഥൽ ഭ്രാതാകളഭുവി വഹൻ പ്രാപ മൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാൽ കപീന്ദ്രസ്തം ഹത്വാ മണിം അപി ച ബാലായ ദദിവാൻ ശശംസൂസ്തത്രാജിൽ ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാം തദ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂം കപിഗുഹാം ഭവന്തം അവിതർക്കയന്നതിവയാഹ സ്വയം ജാംബവാൻ മുകുന്ദശരണം ഹി മാം ക ഇഹ രോദ്ധുമിത്യാലപൻ വിഭോ വോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭീശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്രചൂഡാമണീം ബുദ്ധ്വാധതേന ദത്താം നവരമണീം വരമണിഞ്ച പരിഗൃഹൻ അനുഗൃഹന്നമുരാഗാഃ സപതി ച സത്രാജിതേ മണിം പ്രാദാഃ തദനു സഖലു വ്രീളാലോലോ വിലോലവിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്മൈ പ്രാദാന്മണിം ഗഹനാശയ
വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹകഥയാധ കുരൂൻ പ്രയാതേ ഹാ ഗാന്ധിനേയ കൃതവർമ്മഗിരാനിപാത്യ സത്രാജിതം ശതധനുർമണിരാജഹാര ശതധനുർമണിം ആജഹാര ശോകാൽ കുരു നൃപഗതാമവലോക്യ കാന്തം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേയേ സശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിഷിക്ഷദധാർത്തരാഷ്ട്രം അക്രൂരയേഷ ഭഗവൻ ഭവദിച്ഛയൈവ സത്രാജിത കുചരിതസ്യ യുയോജഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം അസ്യൈവ ഭൂതിമുപധാതും ഇതി ബ്രുവന്തി ഭക്തസ്ത്വയി സ്ഥിരതരസ്സഹി ഗാന്ധിനേയ തസ്യൈവ കാപധമധി കഥമീശജാതാം വിജ്ഞാനവാൻ പ്രശമവാൻ അഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തമാഹൂയ തദ്നിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയന പവനേശപായാം. 80-ാം ദശകം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.